ഉച്ചവിളാകത്തെ ഉരുവം ഭാഗം 8. രാവിലെ വെറ്റിലക്കൊടി നനയ്ക്കുകയായിരുന്നു കുമാരൻ. ഞായറാഴ്ച ആയതുകൊണ്ട് പപ്പനും കൂടെയുണ്ട്. പണ്ട് കുറേ പാത്തി കൃഷിയുണ്ടായിരുന്നു. ഇപ്പോൾ ആകെ 4 പാത്തിയേ ഉള്ളൂ. പുത്തൻ വീട്ടിലെ തൊടിയിൽ കുമാരൻ നട്ടുവളർത്തിയ കവുങ്ങും തെങ്ങുമാണ് നിറയെ. പുരയിടത്തിന്റെ മറുവശത്ത് റബ്ബറും. കൃത്താസൻ ഇടയ്ക്കിടെ പറയും, "കൊമരുവണ്ണ, ബാക്കിയും കൂടി റബ്ബറാക്ക്." അയാൾ ഒന്നും മിണ്ടാതെ ഇരിക്കും. ഇടകൃഷിയായി കുറച്ച് ചേമ്പും ചേനയും കാച്ചിലുമുണ്ട്. തൊഴുത്തിൽ 2 പശുക്കളുണ്ടായിരുന്നു. കുമാരൻ KSRTCയിൽ ജോലിക്ക് കയറിയതോടെ പശുക്കളെ വിറ്റു. സുലോചനയ്ക്ക് അല്ലെങ്കിൽ തന്നെ പിടിപ്പത് പണിയുണ്ട്. അതിന്റെ ഇടയിൽ പശുവിനെ കൂടി നോക്കാൻ വയ്യ. അതാണ് കാരണം. കുമാരൻ പാകമായ വെറ്റിലകൾ നുള്ളിയെടുത്തു. അരയിൽ തൂക്കിയിട്ടിരിക്കുന്ന ഓലക്കുട്ടയിലിട്ടു. ഇനി വെറ്റില മുഴുവൻ അടുക്കണം. ഞായറാഴ്ചത്തെ വെറ്റില അടുക്കലിന് കൃത്താസനും കുരിശുമുത്തവും രുക്മിണിയും ഒക്കെ ഒപ്പം കൂടും. നാരായണി പിള്ളയുടെ പഴംപുരാണവും കൂടിയാവുമ്പോൾ എല്ലാം തികയും. കുമാരൻ വെറ്റില നുള്ളുന്നതിന്റെ വേഗം കൂട്ടി. ആരോ പടി കയറി വരുന്നുണ്ട്. നല്ല പരിചയം തോന്നുന്നു. "അച്ഛാ, പടത്തിക്കാണൻ അപ്പൂപ്പൻ. അച്ഛാ, എനിക്ക് പേടിയാവണ്." പപ്പൻ ഭയന്ന് വിറച്ചു. കുമാരൻ വേഗം ഏണിയിൽ നിന്നും താഴെ ഇറങ്ങി. അയാളുടെ പെരുവിരലിൽ കൂടി ഒരു വിറയൽ വന്നു. ഗോവിന്ദമാമൻ മരിച്ച് മണ്ണടിഞ്ഞിട്ട് കുറേ കൊല്ലമായി. ഇതിപ്പോ... കുമാരൻ സമനില വീണ്ടെടുത്തു. ഇത് ഗോവിന്ദമാമനല്ല. പക്ഷേ... പപ്പൻ കുമാരന്റെ പിന്നിലൊളിച്ചു. അവന്റെ വിറയൽ മാറിയിട്ടില്ല. വന്ന രൂപം അവരെ നോക്കി പൊട്ടിച്ചിരിച്ചു. കാഷായം മുണ്ടും ഷർട്ടുമാണ് വേഷം. തോളിൽ ഒരു സഞ്ചിയും. അയാൾ സഞ്ചിയിൽ നിന്നും ഒരു പൊതിയെടുത്തു. പപ്പന്റെ നേരെ നീട്ടി. അവൻ കുമാരനെ നോക്കി. കുമാരന്റെ മുഖത്തെ അമ്പരപ്പ് അപ്പോഴും മാറിയിട്ടില്ല. "മച്ചമ്പിക്കെന്നെ തിരിഞ്ഞില്ല അല്ലേ? അതെങ്ങനെ? ഞാൻ ഈ നാട്ടിൽ നല്ലപ്പോഴേ വരണത്. എന്നെ കണ്ടപ്പം ആരെന്ന് തോന്നി?" കുമാരൻ ചിരിക്കാൻ ശ്രമിച്ചു. ഒറ്റ നോട്ടത്തിൽ മാമനെ പോലെ തോന്നി. സുലോചനയുടെ അച്ഛനെ പോലെ. മാമൻ മരിച്ചിട്ട് കുറെ നാളായില്ലേ? ചെറുക്കം പേടിച്ചത് അതുകൊണ്ടാണ്. ചെവരില് മാമന്റെ പടമുണ്ട്. നിങ്ങളെ കാണാനും അതുപോലെ തന്നെ. അയാൾ അത് കേട്ട് പിന്നെയും ചിരിച്ചു. "എടെ പയ്യ, ഇത് പിടി. വീട്ടിലെ പിള്ളേരാരെങ്കിലും കാണുമെന്നൊരു ഊഹത്തിൽ വാങ്ങിച്ചതാണ്. കുറച്ച് പരിപ്പ് കട. നീ ഇതകത്തു കൊണ്ടുകൊടു. എന്നിട്ട് നിന്റെ അമ്മയോട് ഒന്ന് വരാൻ പറ." പപ്പൻ പേടിച്ച് അതും വാങ്ങി അകത്തേക്ക് ഓടി. അയാൾ കുമാരന്റെ കൈ പിടിച്ചു. "മച്ചമ്പി, ഞാൻ ശങ്കരൻ. കുറച്ച് ദൂരേന്നാണ്. ഒരു ബസ് യാത്രയ്ക്കുള്ള പുറപ്പാടാണ്. സുലോചനയെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി." സുലോചന പുറത്തേക്കിറങ്ങി. അവൾ കണ്ണു മിഴിച്ചു നിന്നു. "അണ്ണൻ," അവൾ സ്വയം പറഞ്ഞു. "ഇങ്ങ് വാ പെണ്ണേ." അയാൾ വിളിച്ചു. അവൾ ഓടി അടുത്തു ചെന്നു. അയാൾ അവളുടെ നെറുകയിൽ തലോടി. "അണ്ണൻ ഇത്രയും കാലം എവിടായിരുന്നു?" കുമാരന്റെയും നാരായണി പിള്ളയുടെയും മുഖത്തെ അമ്പരപ്പ് കണ്ടിട്ട് സുലോചനയ്ക്ക് ചിരിയും കരച്ചിലും ഒരുമിച്ചു വന്നു. "ഇതാണ് എന്റെ ശങ്കരണ്ണൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, എന്റെ ഒടപ്പറന്നോൻ." സുലോചന ഉറക്കെ പറഞ്ഞു. അവളുടെ ശബ്ദം പതറുന്നുണ്ടായിരുന്നു. കുമാരന് കാര്യങ്ങളൊക്കെ ഇപ്പോൾ തിരിഞ്ഞു. സുലോചനയ്ക്ക് ആകെയുണ്ടായിരുന്ന ആങ്ങളെയാണ് ശങ്കരൻ. ഏതോ കൊലപാതക കേസിൽ അണ്ണൻ നാടുവിട്ടെന്നാണ് സുലോചന പറഞ്ഞിട്ടുള്ളത്. അന്നവൾക്ക് തീരെ ചെറിയ പ്രായമാണെന്നും പറഞ്ഞിട്ടുണ്ട്. അവളെ കൂടുതൽ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി പുത്തൻ വീട്ടിലുള്ളവരാരും ആ വിഷയം സംസാരിച്ചിട്ടില്ല. സുലോചന ഏങ്ങലടിച്ചു കരഞ്ഞു. ശങ്കരൻ അവളെ ചേർത്തു പിടിച്ചു നടന്നു. വരാന്തയിലിരുന്നു. പപ്പന്റെ പേടിയൊക്കെ മാറി. അവൻ അടുത്തു ചെന്നിരുന്നു. നാരായണി പിള്ളയ്ക്കും വലിയ സന്തോഷമായി. അന്ന് വെറ്റില എടുക്കാൻ വന്നവർക്കൊക്കെ ശങ്കരൻ പുതിയൊരു കാഴ്ചയായി. അയാളുടെ കഥ അവർക്ക് മുന്നിലേക്ക് നുള്ളിയിട്ടു. വെറ്റില അടുക്കുന്ന കൂട്ടത്തിൽ അവർ അതും അടുക്കി കെട്ടി. വലിയ ജന്മിയായിരുന്നു സുലോചനയുടെ അച്ഛൻ ഗോവിന്ദൻ പിള്ള, ഭാര്യ പത്മാവതി. 2 മക്കൾ ശങ്കരനും സുലോചനയും. സുലോചനയേക്കാൾ 8 വയസ്സ് മൂപ്പുണ്ട് ശങ്കരന്. ഒരു ദിവസം ഗോവിന്ദൻ ഷാപ്പിൽ പോയി 100 മില്ലി അടിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരും വഴി അയൽപ്പക്കത്തെ ചന്ദ്രപ്പനുമായി ഒന്ന് കോർത്തു. 1 പറഞ്ഞ് 2 പറഞ്ഞ് വഴക്കായി. ചന്ദ്രപ്പൻ ഗോവിന്ദനെ കുത്തി. നിലത്തു വീണ് പിടഞ്ഞ ഗോവിന്ദനെ ആരൊക്കെയോ എടുത്ത് ആശുപത്രിയിലെത്തിച്ചു. പിറ്റേന്ന് നാടറിഞ്ഞത് മറ്റൊരു വാർത്തയാണ്. ചന്ദ്രപ്പനെ ആരോ കുത്തി പാടത്തിട്ടിരിക്കുന്നു.
പോലീസിന് ആളെ തപ്പി നടക്കേണ്ടി വന്നില്ല. പ്രതി സ്വയം കീഴടങ്ങി. വേറെ ആരുമല്ല, അന്ന് 15 വയസ്സ് മാത്രമുണ്ടായിരുന്ന ശങ്കരൻ. കുറേ നാൾ സുലോചന കരഞ്ഞു, അണ്ണനെ ഓർത്ത്. ഒടുവിൽ ഒരു നാൾ അറിഞ്ഞു ജയിലിൽ നിന്നും ഇറങ്ങിയെന്ന്. പക്ഷേ അയാൾ അവരെ കാണാൻ വന്നില്ല. അച്ഛനും അമ്മയും മരിച്ചപ്പോഴും വന്നില്ല. സുലോചന കല്യാണ മണ്ഡപത്തിൽ ഇരിക്കുമ്പോൾ ആൾക്കൂട്ടത്തിൽ പരതി, അച്ഛന്റെ മുഖഛായയുള്ള ഒരാളുണ്ടോ എന്ന്. അയാൾ വന്നില്ല. ഒടുവിൽ ഇന്നാണ് വന്നത്, ഒട്ടും പ്രതീക്ഷിക്കാതെ. നീ ജയിലിൽ നിന്നിറങ്ങിയിട്ട് പിന്നെ എങ്ങോട്ട് പോയി ചെല്ലാ? നാരായണി പിള്ളയ്ക്ക് ജിജ്ഞാസ അടക്കാനായില്ല. പേടിയായിരുന്നു അമ്മച്ചി. തിരികെ വരുമ്പം ആ ചന്ദ്രപ്പന്റെ മക്കൾ പകരം ചോദിക്കുമോ എന്നൊരു പേടി. പിന്നെ ആകെ ഒരു മരവിപ്പും തോന്നി. കുറേ അലഞ്ഞ്, പല കോലവും കെട്ടി, ചെരുപ്പ് കുത്തിയായി, പാചകക്കാരനായി, തോട്ടിപ്പണി ചെയ്തു. സുലോചനയെ കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എവിടെയെങ്കിലും അവള് സുഖമായി ഇരുന്നോട്ടെന്ന് കരുതി. അങ്ങനെ കുറേ കാലം. അച്ഛനും അമ്മയും പെയ്യപ്പോഴും വന്നില്ല. കന്യാകുമാരിയിൽ വെച്ച് നാട്ടിലെ ഒരുത്തനാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. നാളെ ഞാൻ പോവും. പോവാനാ? എങ്ങോട്ട്? അണ്ണനെ ഇനി എങ്ങോട്ട് വിടാൻ പോണില്ല. കുറെ അലഞ്ഞില്ലേ, ഇനി ഇവിടെ നിന്നോണം. സുലോചന സ്വരം കടുപ്പിച്ച് തന്നെ പറഞ്ഞു. മച്ചമ്പി, അവള് പറയണതാണ് കാര്യം. ഇനി ഇവിടെ അങ്ങ് കൂടണം. ഞങ്ങൾക്കൊരു കാരണവരായി ഇവിടെ വേണം. ശങ്കരന്റെ കണ്ണു നിറഞ്ഞു. എന്റെ ഉള്ളം നിറഞ്ഞു. പക്ഷേ എങ്കിൽ എനിക്ക് പോണം. ഞാൻ പറഞ്ഞല്ലേ, ഒരു യാത്രയിലാണെന്ന്. എനിക്ക് പോണം. അച്ഛനും അമ്മയ്ക്കും ബലിയിടണം. ഞാൻ കാരണം ജീവൻ പോയ ഒരു മനുഷ്യനുണ്ട്, അങ്ങേർക്കും ബലിയിടണം. എല്ലാം കഴിഞ്ഞ് സമാധാനത്തോടെ ഒടുങ്ങണം. തെന്നാടുടയ ശിവനെ പോറ്റി, എന്നാട്ടവർക്കും ഇറൈവാ പോറ്റി. അയാൾ കണ്ണടച്ച് ജപിച്ചു. സുലോചന കരഞ്ഞു. ആർക്കും അയാളോട് എതിര് പറയാൻ തോന്നിയില്ല. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ശങ്കരനെ കാണാനില്ലായിരുന്നു. തിണ്ണയിൽ ഒരു കുറിപ്പ് കണ്ടു. അതിന്റെ മുകളിൽ ഒരു രുദ്രാക്ഷമാലയും. ആ കുറിപ്പിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ഇത് എന്റെ പപ്പനുള്ളത്, അവനിലൂടെയാവും എന്റെ മോക്ഷം. പപ്പൻ ആ കുറിപ്പ് വായിച്ച് ഒന്നും മനസ്സിലാകാതെ നിന്നു. അവന്റെ കൈകൾ ആ രുദ്രാക്ഷമാല മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു.